അതെ എന്താണ് പ്രശ്നം? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഗ്രാമത്തിൽ നിന്ന് നാമം പറഞ്ഞിരിക്കുക. ആരും ആവുന്നതല്ല, തിരിച്ചു വയ്ക്കോ. അവനെ സമ്മതിച്ച് എല്ലാ മതങ്ങളും ആരെങ്കിലും അവർക്ക് വിചാരിക്കും മര്യാദയ്ക്ക് പോകുന്നുണ്ട്. വണ്ടിയെടുക്കും. ആരും ഇവിടെ നിൽക്കാൻ പാടില്ല. എങ്ങനെയൊക്കെ പറയും? വേറെ അങ്ങനെ നോക്കാമോ? തന്റെ കാലം വീണ് അപേക്ഷിക്കണം. ഒന്ന് പോകുന്നുണ്ടോ? എന്തോ കാത്തിരുന്നു. അതോ നിങ്ങളെ പോകുന്നുണ്ട്. എവിടെ പോയി എന്തെങ്കിലും സ്ഥിതി വിട്ടോട്ടോ. വേറെ ഉണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ കരുത്തേക്ക് വേണ്ട. കാലിനെ കാലുകുത്തി പോയത് നല്ല താമസം. നീയോ നിന്നെയൊക്കെ പറയുന്നത് അതൊക്കെ പണ്ട് ആണിക്കാരിൽ കാലുകുത്തി പോയത്. ഈ കൈയുടെ കഥ വരാൻ പാടില്ല. പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ഈ നിറത്തെ കാലുകുത്തരുത്. അവന്റെ നാട് സംരക്ഷിക്കേണ്ടത് ഈ നാട് മുഴുവൻ എതിർത്തില്ലെങ്കിൽ എനിക്ക് ഒന്നും മനസ്സിലാക്കില്ല. അതിങ്ങനെ വെളുത്തിട്ട് നാട്ടുകാർക്ക് നാടുകളെ മാറുന്നത് നാട്ടിലുള്ള ചിലവ് എന്റെ മകൻ എന്റെ നാട്ടിലെന്ന് പറഞ്ഞിരിക്കുക. അടുത്ത നിമിഷം തന്നെ അവന്റെ പാടി നാടുകളിൽ നിൽക്കാറുണ്ട്. അതെങ്ങനെ മനസ്സിലാകുന്നല്ലേ? അതിലെങ്ങനെ നാട്ടുകാർ സ്വന്തം പാർട്ടിക്കാർ തന്നെ കൂട്ടത്തിലേക്ക് തല കൊണ്ടിട്ട് പൊടിയിരിക്കാം. അറിയൂല. ഇക്കാര്യങ്ങളൊക്കെ ഇവർക്ക് നന്നായി അറിയുകയും ചെയ്യും. ഇതെന്താ ചെയ്യും? ഇവിടെ മതമാണോ ജാതിയാണോ പണമാണോ പ്രശ്നം എന്നാലോചിച്ച് നമ്മുടെ കഥ കെട്ടുപിടിക്കും. എന്നെ കുറിച്ചുള്ള മൂന്ന് ഒന്നിച്ചുള്ള പ്രശ്നം അതാണ് ഇവർക്ക് മോനെ എന്താ ഒന്ന് പുറത്തേക്ക് വന്നു വാങ്ങുന്നത്. എന്താ സാറേ കഴിക്കാൻ വിളിച്ചു നാടിനാടിനെ എന്താ വിളിച്ചു വയസ്സെല്ലാം മാത്രം പോയിരുന്നു. എന്തിനാ ചേച്ചി തോന്നുന്നത്? ഞങ്ങളെ കൈ പിടിച്ചു കൊണ്ടുവന്ന് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൊച്ചുകുട്ടികളാ. അതെ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചുള്ള സന്തോഷമുണ്ട്. പക്ഷേ ഇത് എന്റെ മാത്രം പ്രശ്നമാണ്. പഠിക്കുന്ന കുട്ടികളെ ഇടപെടുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എല്ലാവരും പറ്റിയോ പോകുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താണ് ചോദിച്ചില്ലേ? നിങ്ങൾ ഓഫീസിൽ ഞങ്ങളുടെ വീട്ടിലോട്ടല്ലേ വന്നത്? അതെങ്ങനെ നിങ്ങളുടെ പ്രശ്നമാവുന്നത്? എങ്ങനെയാ പറയാവുന്നത്? നിങ്ങളോട് എന്റെ വീട്ടിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കാൻ അവകാശം എനിക്കുണ്ട്. അത് ഞാൻ ചോദിച്ചത്. നിങ്ങൾ വിളിച്ചാലും വിളിച്ചില്ലേ ഞാൻ വരും സാർ. വന്ന് ചോദിക്കും സാർ. വരും സാർ വീട്ടിലേക്ക് പോവാം. ശരിയായിട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്റെ കൂടെ ഇല്ല. നിങ്ങളുടെ അച്ഛനെല്ലാം മാത്രമല്ല നിങ്ങളുടെ ബന്ധുക്കളെല്ലാം എതിർക്കുന്ന പറയുന്നത് എന്താ സാറേ? അവരെ പോലെ ഞങ്ങൾ എങ്ങനെ മോശക്കാരായിട്ട് കാണുന്നത്? യോഗ്യമാണതായി ഞങ്ങൾക്കില്ല സാർ. ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും വരണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. അത് മാത്രമല്ല ഈ കാലത്ത് ഞങ്ങളുടെ അനുഭവമില്ലാതെ ഞങ്ങളുടെ ലൈഫില് അവരുടെ നിയമങ്ങളും ചട്ടങ്ങളും കൊണ്ടൊന്നും ഞങ്ങളെ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ ദേഷ്യം വരുന്നവർക്കല്ല ഞങ്ങൾക്കും വരും സാർ. അതെ നിങ്ങൾ പറയുന്നില്ല മനസ്സിലാവുന്നത്. പക്ഷെ ഒന്നുമില്ല. നിങ്ങൾ കുറെ നിങ്ങളുടെ അച്ഛനെ ജയിപ്പിക്കാൻ വേണ്ടി കേട്ടത്. ഞങ്ങൾക്കൊരു കടമയുണ്ട്. അത് നിറവേറ്റാൻ വന്നതാണ്. വരൂ സാറേ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. എന്തല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത്രയും പേര് പറഞ്ഞു കേട്ടില്ലേ? വാ നമുക്ക് നോക്കാം.
എല്ലാവരും എടുത്തത് കേട്ടല്ലോ. ആ മാമന് പഞ്ചായത്തിലെ കാര്യത്തിലാണ് അച്ഛനും മകനും വീട്ടിൽ വരുന്നത് അത് കേരളയിൽ പോയിരിക്കുന്നു. അപ്പൊ എന്തായിട്ട് അതെല്ലാം ഒന്നും ഇപ്പോ ഞാനും പാർട്ടി എന്തെങ്കിലും പറഞ്ഞാൽ അതിനും മറ്റൊരു മറുപടി പറയും. എന്താ പറയാനാ, ഇപ്പോഴത്തെ പിള്ളേര് ഫേസ്ബുക്കിലും വാട്സപ്പിലും കണ്ടിക്കുന്നതെല്ലാം പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല. എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. ഞാൻ തന്നെ എന്താ എന്ത് ചെയ്യണമെന്നറിയില്ല.